ഹായ് ഹലോ വെൽക്കം ടു കെ എസ് മെന്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്നുള്ള ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പിൾ ആർക്കിടെക്ചർ എന്നുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ്, ഇപ്പം UPSC നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് അല്ലെ PSC കാർക്കാണെങ്കിലും ഈ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള അല്ലെങ്കിൽ കേരള റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്നുള്ളത്. നോക്കിയേ, കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇവല്യൂഷൻ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ഇൻ കേരള എന്നുള്ള ഭാഗം ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കേരള റിലേറ്റഡ് ടോപ്പിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, KS എങ്ങനെ എന്താണ് ജയിക്കണം എന്നറിയില്ല, ഒരു സപ്പോർട്ട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KS മെന്ററിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും ഒരുമിച്ച് ഈ ക്ലാസ്സിൽ ഇവല്യൂഷൻ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്നുള്ള ആ ഒരു ഭാഗം പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ തവണ വന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. എന്താണ് ആ ക്വസ്റ്റ്യൻ? വിത്ത് റെഫറൻസ് ടു ദ ടെമ്പിൾ ആർക്കിടെക്ചർ ഓഫ് കേരള കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ അതിന്റെ കമന്റ് ബോക്സിൽ അതിന്റെ ഒരു ആൻസർ ഇടണം. എന്തായാലും നമുക്ക് വായിച്ചു പോവാം. ദ പല്ലവ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻഫ്ലുവൻസ് ടെമ്പിൾ ആർക്കിടെക്ചർ ഇൻ കേരള. കൂത്തമ്പലം ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് കേരള ടെമ്പിൾ ആർക്കിടെക്ചർ. വിമാന ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് കേരള ടെമ്പിൾസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ എബോവ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് എന്നുള്ളതാണ്. എന്താണ് കറക്റ്റ് അല്ലാത്തത് നമ്മളെ കൊണ്ട് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ആൻസർ കമന്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഇന്ത്യയുടെ ടെമ്പിൾ ആർക്കിടെക്ചർ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. എന്താണ് അപ്പം ഈ ഭാഗം എന്തായാലും നമ്മൾ കേരളയുടെ ഭാഗത്ത് പഠിക്കേണ്ടതല്ല, എന്തായാലും ഏൻഷ്യന്റും മിഡീവലും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അത് കവർ ചെയ്യും. എങ്കിൽ പോലും ഒരു ഹിസ്റ്ററി പഠിക്കല്ലേ, അറിഞ്ഞിരിക്കുക. 3 സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ് ടെമ്പിൾ ആർക്കിടെക്ചറിൽ മെയിൻലി ഇന്ത്യയിൽ കണ്ടുവരുന്നത്. നഗരയാണ് നോർത്തേൺ സൈഡിലേക്ക് കാണുക, ദ്രാവിഡയാണ് സദേൺ സൈഡിലേക്ക് കാണുക, പിന്നെ വേസര എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്. അത് നഗരയും ദ്രാവിഡയുടെയും ഒരു മിക്സ് ആണ്. നോക്കി, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ സദേൺ സൈഡിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്റ്റൈൽ ഇതാണ് അല്ലെ. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് പറയാൻ പറ്റുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് അല്ലെ. ഈ ഒരു മോഡൽ നമ്മൾ ഇവിടെ കേരളത്തിൽ കാണുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഇത് ദ്രവീഡിയൻ സ്റ്റൈലിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നഗരയുടെ ആണ്, അതായത് നോർത്തേൺ സൈഡിലേക്ക് ക്ഷേത്രങ്ങൾ ഇങ്ങനെയാണ് കണ്ടുവരിക. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടി മിക്സ് എന്ന് പറഞ്ഞില്ലേ, അതാണിത് വേസര എന്നുള്ളത്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അറിയാം. പിന്നെ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം, വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പോ നമുക്ക് എന്താണ്, അപ്പൊ നമ്മൾ സദേൺ സൈഡിലുള്ളവരാണ് അല്ലെ. അപ്പൊ നമുക്ക് കേരളത്തിന്റേതായ സ്റ്റൈൽ ഉണ്ടോ, അതോ നമ്മൾ ദ്രവീഡിയൻ സ്റ്റൈലാണോ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് നോക്കിയാലോ. നോക്കിയേ, ഒരു കോമ്പൗണ്ട് വാൾ ഉണ്ടാവും, ഒരു മതിൽക്കെട്ടിന്റെ അകത്തായിരിക്കും നിൽക്കുന്നത്. ശരി, അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? ഗോപുരങ്ങൾ ഉണ്ടാവും. ദ ഫ്രണ്ട് വാൾ ഹാസ് ആൻ എൻട്രൻസ് ഗേറ്റ് ഇൻ ദ സെന്റർ. ഇങ്ങനെയുള്ള ഗോപുരങ്ങൾ കാണും. ക്ഷേത്രത്തിന് കയറുന്നതിന് മുന്നേ ഗോപുരത്തിലൂടെയാണ് ആ ഒരു ഫ്രണ്ട് ഗേറ്റ് എന്ന് പറയുന്നത്, അതുവഴിയായിരിക്കും കയറുന്നത്. ശരി, അടുത്തെന്താ? ദ ഷേപ്പ് ഓഫ് ദ മെയിൻ ടെമ്പിൾ ടവർ ഈസ് നോൺ ആസ് വിമാന. അപ്പൊ വിമാന എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ടിരുന്നു അല്ലെ. വിമാന എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നോക്കി, വിമാന എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ആ ഒരു ഗേറ്റിന്റെ അവിടുന്ന് ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്താ കാണുന്നത്? ഒരു ടവർ പോലുള്ള ഒരു സാധനം കാണാൻ പറ്റും. ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് നമ്മുടെ മുന്നിലേക്ക് നിൽക്കുന്നു. ക്ഷേത്രം അതിന്റെ അകത്താണ് എങ്കിൽ പോലും നമ്മുടെ മുന്നിൽ ഒരു നീളത്തിലുള്ള ഒരു ടവർ കാണാം. അതിനെയാണ് വിമാന എന്ന് പറയുന്നത്. ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ ഉണ്ടോ ആ ഒരു ദ്രവീഡിയൻ സ്റ്റൈലില്? നമുക്ക് ആലോചിച്ച് നോക്കാം, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ മനസ്സിലാകും. അടുത്തത്, ഇനി ആ ഒരു ദ്രവീഡിയൻ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് അകത്തോട്ട് പോകുന്ന സമയത്ത് അവിടെയാണല്ലേ വിഗ്രഹം ഇരിക്കുന്നത്. അവിടെ എന്താ നമ്മൾ പറയാന്? ഗർഭഗൃഹ എന്നാണ് പറയുന്നത്. ഗർഭഗൃഹ എന്നാണ് പറയുന്നത്. ഇനി ആ ഒരു ഗർഭഗൃഹയ്ക്ക് നമ്മൾ ആ കയറുന്നതിന് മുന്നേ തന്നെ എന്താണ്, ദ്വാരപാലാസ് അല്ലെങ്കിൽ ഡോർ കീപ്പേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും അല്ലെ. ആ ഒരു ഗർഭഗൃഹയുടെ അപ്പുറം ഇപ്പുറമായിട്ട് അതുമായി ബന്ധപ്പെട്ട ദ്വാരപാലന്മാരുടെ ഒക്കെ ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്റ്റോണിലോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ക്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓരോ അമ്പലങ്ങൾക്കും ഓരോ ഐതിഹ്യമാകും. അതനുസരിച്ച് ദ്വാരപാലസിന്റെ ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കണം. പിന്നെയോ, ഇനി ആ ഒരു അമ്പലത്തിന് ചുറ്റും എന്ന് പറയുന്നത് ഒരു ഭാഗത്തായിട്ട് എന്തുണ്ടാവും? ഒരു കുളം ഉണ്ടാവും
ഉണ്ടാവും അല്ലെ, ഒരു വാട്ടർ റിസർവർ ഉണ്ടാവും. അത് നമ്മൾ മിക്ക ക്ഷേത്രങ്ങളിലും കാണാറുള്ളതാണ്. ഇനി ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ ഒരു പ്രത്യേകതയാണ് എന്താ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുകൂടാതെ മെയിൻ എക്സാമ്പിൾ ആണ് എന്ത്, ബൃഹദേശ്വര ടെമ്പിൾസും ഐരവട്ടേശ്വര ടെമ്പിളും മീനാക്ഷി. ഇതൊക്കെ എവിടെയാ നമ്മൾ കാണുക, തമിഴ്നാട്ടിലാണ് കാണുക. അപ്പൊ നമുക്ക് ദ്രവീഡിയൻ സ്റ്റൈൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്, തമിഴ്നാട് ആ ഒരു സൈഡിലാണെന്ന്. ഇനി ദ്രവിഡിയൻ സ്റ്റൈലിനെ കുറിച്ച് വേറൊരു കാര്യം കൂടി അറിയണം. നോക്കിയേ, പല്ലവ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻഫ്ലുവൻസ് ടെമ്പിൾ ആർക്കിടെക്ചർ ഇൻ കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കണ്ടു അല്ലേ. അപ്പൊ ദ്രവിഡിയൻ സ്റ്റൈൽ എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്ന ആ സ്റ്റൈലിന് മുൻഗാമിയായിട്ട് നമ്മുടെ മുന്നിലുള്ളത് പല്ലവ സ്റ്റൈലാണ്. പല്ലവ സ്റ്റൈലിൽ നിന്നാണ് ദ്രവിഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വന്നതെന്നാണ് നമ്മൾ വായിച്ചറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു ഫാക്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ദ്രവിഡിയൻ സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇതിൽ ചിലതൊക്കെ നമ്മുടെ അമ്പലങ്ങളിൽ കാണാൻ പറ്റും. എന്താ, കുളങ്ങളുള്ള ക്ഷേത്രം ഉണ്ടാവില്ലേ, ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് നമ്മൾ പല ക്ഷേത്രങ്ങളിലും കാണുന്നതാണ്. ഈ ദ്വാരപാലന്മാരെ കാണാൻ പറ്റും. പിന്നെന്താണ്, ഗോപുരങ്ങൾ ഉണ്ടാവും, കോമ്പൗണ്ട് വാളുകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് നമ്മുടേതായ കുറെ പ്രത്യേകതകളില്ലടാ. ഈ കൊടിമരങ്ങൾ ഉണ്ട്, നമുക്ക് കൂത്തമ്പലങ്ങൾ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിൽ കാണുന്ന ടെമ്പിൾ ആർക്കിടെക്ചർ എന്താണ്, പക്ക ഒരു ദ്രവിഡിയൻ സ്റ്റൈലാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കേരള സ്റ്റൈലും ഉണ്ട്, പ്ലസ് ഒരു ദ്രവിഡിയൻ ടച്ചും കൂടി കാണാൻ പറ്റും. അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കേരള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ടെമ്പിൾ ആർക്കിടെക്ചർ എങ്ങനെ വന്നു എന്നുള്ളതാണ്. നോക്കിയേ, എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ ഞാൻ ഇതൊരു 3 ഫേസ് ആയിട്ടായിരിക്കും പറയാം. ആദ്യ ഫേസിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു സ്ട്രക്ചറൽ ടെമ്പിൾ, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ, ഇതൊക്കെ കുറച്ച് ഈ ഒരു അടുത്തായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിനു മുന്നേ നമ്മുടെ ക്ഷേത്രങ്ങൾ എങ്ങനെ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കൂ, ആദ്യം നമ്മൾ കണ്ടുവന്നത് അല്ലെ അറിയേണ്ടത് റോക്കറ്റ് ടെമ്പിൾസിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് എന്താണ്, റോക്കറ്റ് ടെമ്പിൾസ് ആണ്. 8th century AD ആ ഒരു സമയത്തൊക്കെ ആണ് നമ്മൾ റോക്കറ്റ് ടെമ്പിൾസ്, അല്ലെങ്കിൽ ആ ഒരു ടെമ്പിൾസ് ആ കാലത്താണ് ഉണ്ടായത് എന്നാണ് നമ്മുടെ അറിവ്. അത് മാത്രമല്ല, നോക്കൂ, ഇപ്പോൾ നമ്മൾ കാണുന്ന റോക്കറ്റ് ടെമ്പിൾസ്, റോക്കറ്റ് ടെമ്പിൾസിന് വേണമെങ്കിൽ ഞാൻ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലുള്ള റോക്കറ്റ് ടെമ്പിൾസ് ആണ്. ഈ റോക്കറ്റ് ടെമ്പിൾസിന് ബുദ്ധിസമായി റിലേറ്റഡ് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ബുദ്ധിസത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൂടാതെ ശൈവേറ്റ് ട്രഡീഷൻ, ഒരു ശിവ ഒരു ട്രഡീഷൻ, ശൈവേറ്റ് എന്ന് പറഞ്ഞാൽ ശിവഭഗവാനോടുള്ള ഒരു ആരാധന എന്നാണ് പറയാം. അപ്പൊ ആ ശൈവേറ്റ് ട്രഡീഷൻ നമുക്ക് നന്നായി കാണാൻ പറ്റുന്നത് എന്താണ്, ഈ റോക്കറ്റ് ടെമ്പിൾസിലൂടെയാണ് കേട്ടോ. ആ സമയത്ത് ശൈവേറ്റ് ട്രഡീഷൻ നമ്മുടെ സ്ഥലങ്ങളിൽ, നമ്മുടെ ഈ ഒരു റീജിയനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു പ്രൂഫും കൂടിയാണ് എന്താണ് റോക്കറ്റ് ടെമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രധാനമായ റോക്കറ്റ് ടെമ്പിൾസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നോക്കിയേ, അയിരൂർ പാറ തിരുവനന്തപുരത്തുള്ളത് വളരെയധികം വലിയൊരു എക്സാമ്പിൾ ആണ്. കോട്ടുക്കൽ, കൊല്ലത്തുള്ള കോട്ടുക്കൽ, പിന്നെ കവിയൂർ, ആലപ്പുഴയിലുള്ള കവിയൂർ ഒക്കെ നമ്മുടെ റോക്കറ്റ് ടെമ്പിൾസ്, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന റോക്കറ്റ് ടെമ്പിൾസിന് നമ്മുടെ മുന്നിലുള്ള എക്സാമ്പിൾ ആണ്. ഇനി ഇതൊക്കെ ഞാൻ സദേൺ സൈഡിലല്ലേ പറഞ്ഞേ. നോർത്തിലോ, തൃശ്ശൂരില് തൃക്കൂർ എന്ന് പറയുന്ന റോക്കറ്റ് ടെമ്പിൾ ഉണ്ട്, വളരെയധികം ഫേമസ് ആണ്. അപ്പോൾ ബുദ്ധിസത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ആ ഒരു സമയത്ത് കാണാം. പിന്നെ ശൈവേറ്റ് ട്രഡീഷൻ ആണ് അന്നത്തെ ആൾക്കാർ കൂടുതലും, അല്ലെങ്കിൽ ശിവഭക്തരായിരുന്നു കൂടുതൽ എന്നുള്ള ഒരു അറിവും കൂടി കിട്ടും. ഇതൊരു 8th century AD ആണ്. അപ്പം ആദ്യ കാലഘട്ടം ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഇങ്ങനെയാണെന്ന് പറയപ്പെടാം. നന്നായി തന്നെ നോക്കിക്കോളൂ. ഇപ്പൊ പറഞ്ഞ 3 ക്ഷേത്രങ്ങളാണ് ഇവ കേട്ടോ. അപ്പൊ കറക്റ്റ് ഒരു റോക്കിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ബുദ്ധിസമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് സെക്കൻഡ് ഫേസ് നോക്കിയാലോ. നോക്കിയേ, സ്ട്രക്ചറൽ ടെമ്പിൾസ് അല്ലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ആർക്കിടെക്ചറിലെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 തൊട്ട് 10 വരെയുള്ള, അല്ലെങ്കിൽ 8 തൊട്ട് 10 വരെയുള്ള AD എന്ന് പറയുന്ന ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ഫേസ് കാണാൻ സാധിക്കുക എന്നുള്ളത് ഓർക്കണം. ആരാണ് ഇത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ചേര രാജാക്കന്മാർ, ആയി, മൂഷിക, ഇങ്ങനെയുള്ള രാജാക്കന്മാരാണ്, അല്ലെങ്കിൽ ആ ഒരു വംശമാണ് എന്താണ് സ്ട്രക്ചറൽ ടെമ്പിൾസിന് മുന്നിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും കൂടി നോക്കണ്ടേ. നോക്കിയേ, അന്ന് ശ്രീകോവിൽ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഷ്രൈൻ ആയിട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ അത്രയും ഡെവലപ്മെന്റിലേക്ക് എത്തുന്നില്ല. എന്താണ്, ദൈവം ഇരിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഗർഭഗൃഹ
എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്ഥലം പോലെ എന്താ നമ്മൾ അമ്പലത്തിൽ എന്താ പറയാ, ശ്രീകോവിലിൽ തൊഴാൻ പോകുന്നു അല്ലെ, ശ്രീകോവിൽ എന്നല്ലേ പറയാ. അപ്പൊ ശ്രീകോവിലുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു അർദ്ധ മണ്ഡപം ഉണ്ടായിരുന്നു. ശ്രീകോവിലിന് മുന്നിലേക്ക് തന്നെ ഒരു ചെറിയൊരു മണ്ഡപം കാണാൻ സാധിക്കും. അതുമാത്രമാണോ, ഒരു സെപ്പറേറ്റ് നമസ്കാര മണ്ഡപം പിന്നെ കണ്ടു തുടങ്ങിയിരുന്നു. നമസ്കാര മണ്ഡപം ഉണ്ടായിരുന്നു, ശ്രീകോവിലിന്റെ മുന്നിലേക്ക് ഒരു അർദ്ധ മണ്ഡപം ഉണ്ടായിരുന്നു, ഒരു നമസ്കാര മണ്ഡപം നമുക്ക് കണ്ടുവരാം. പിന്നെ ഇത് മാത്രമാണോ? അല്ല, ഈ ശ്രീകോവിലിന്റെയും നമസ്കാര മണ്ഡപത്തിനെയും ചുറ്റി ഒരു വാള് പോലെ ഉണ്ടാവും, ഒരു ബിൽഡിംഗ് പോലെ, അല്ലെങ്കിൽ അതിനെ ഒരു സെപ്പറേറ്റ് ആക്കി കാണിക്കുന്ന ഒരു ബിൽഡിംഗ് പോലെ, ബിൽഡിംഗ് എന്ന് ഞാൻ പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്താ പറയാ, നാലമ്പലം അഥവാ ചുറ്റമ്പലം എന്ന് പറയുന്നത്. അപ്പം ദൈവം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അതിന് ചുറ്റും, ഇപ്പൊ ഈ മണ്ഡപത്തിന് ചുറ്റും ഒരു ഇതുണ്ടാവും അല്ലെ. നമുക്കറിയാം, നമ്മൾ ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ കാണുന്നല്ലേ, നമ്മൾ ആദ്യമേ ഇങ്ങനെ കയറുമ്പോഴത്തേക്കും ഒരു ചെറിയ സ്പേസ് ഉണ്ടാവും അല്ലെ. അത് കഴിഞ്ഞ് ദൈവത്തിനെ പോയി തൊഴുന്നു, അതിന് ചുറ്റും ഒരു ബിൽഡിംഗ് പോലെ, ഒരു അമ്പലം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ആർക്കിടെക്ചറൽ ബിൽഡിംഗ് തന്നെയാണ് അല്ലെ, ഒരു ബിൽഡിംഗ് പോലെയാണ്. പിന്നെ നമ്മൾ പ്രദക്ഷിണ പാത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തൊഴുന്നില്ലേ, അതാണ് നാലമ്പലം എന്ന് വെച്ചാൽ ആ ചുറ്റുന്ന ആ ഒരു ഏരിയ, അല്ലെങ്കിൽ നമ്മൾ ആ കാണുന്ന പല സ്ഥലത്തും നമുക്ക് ഇങ്ങനെ കയറാനൊക്കെ പറ്റില്ലേ, അതാണ് നാലമ്പലം എന്നറിയാം, അല്ലെങ്കിൽ ചുറ്റമ്പലം എന്ന് പറയപ്പെടുന്നു. പിന്നെ ഇനി ഓർക്കുക, ബലിക്കല്ലുകൾ കാണാൻ പറ്റും. എവിടെ? നാലമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ ഇതാണ് ബലിക്കല്ല്. ബലിക്കല്ല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുന്നേ വലിയൊരു കല്ല് ഉണ്ടാവും. പിന്നെ അതിന് നമ്മുടെ ക്ഷേത്രത്തിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു കല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഞാൻ എന്തായാലും ആ ഒരു ആർക്കിടെക്ചർ കാണിച്ചു തരാം. ഒരു ബലിക്കല്ല് ഉണ്ടാവും, പിന്നെ ആ ബലിക്കല്ലുകൾ തന്നെ കുഞ്ഞു കുഞ്ഞു ബലിക്കല്ലുകൾ ചുറ്റും വെച്ചിട്ടുണ്ടാവും, മുന്നിൽ ഒരു വലിയ ബലിക്കല്ല് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയായിരുന്നു ഇത്ര പണ്ടത്തെ എന്ന് വെച്ചാൽ ശ്രീകോവിൽ ഉണ്ടാവും, ഒരു അർദ്ധ മണ്ഡപം ഉണ്ടാവും, ഒരു നമസ്കാര മണ്ഡപം ഉണ്ടാവും, പിന്നെ ആ ഒരു കൺസ്ട്രക്ഷൻ, ആ ഒരു അത്രയും ഭാഗം ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഇതൊരു കൺസ്ട്രക്ഷൻ ആണ് അല്ലെ, ആ ഒരു കൺസ്ട്രക്ഷനെ നമ്മൾ നാലമ്പലം എന്ന് പറയാ. പിന്നെ ഉള്ളത് ബലിക്കല്ലാണ്. ഇങ്ങനെയാണ് ബലിക്കല്ല് ഉണ്ടാവും. ബലിക്കല്ല് വലുതും ഉണ്ടാവും, ചുറ്റും ചെറിയ ചെറിയ ബലിക്കല്ലുകളും ഉണ്ടാകും. ഇനി നമുക്ക് മൂന്നാമത്തെ ലാസ്റ്റ് ഫേസിലേക്ക് പോകാം. അപ്പം നമ്മുടെ ക്ഷേത്രം അത്ര ആയിരിക്കുകയാണ്, ഇനിയും കുറെ അഡീഷനുകൾ വരുന്നുണ്ട് മൂന്നാമത്തെ ഫേസില് വിളക്കുമാടം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വരുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ കൊടിമരങ്ങളില്ലേ, അതൊക്കെ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ 10ാം നൂറ്റാണ്ടിന് ശേഷം ആണ്, അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് നമ്മൾ അങ്ങനെ പതിയെ മോഡിഫിക്കേഷൻ വന്നിട്ട് എന്താണ് കൊടിമരങ്ങൾ വന്നു തുടങ്ങി. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെന്താ, ദീപസ്തംഭവും ധ്വജസ്തംഭവും എന്നാണ് ഇതിന് രണ്ടിനും പറയാം. അങ്ങനെ നമ്മൾ ആ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഈ രണ്ട് കൺസ്ട്രക്ഷനും നമ്മുടെ ലാസ്റ്റ് ഫേസിലാണ് വന്നു തുടങ്ങുന്നത്. അത് കൂടാതെ വിളക്കുമാടങ്ങളും വന്നു തുടങ്ങി. സ്ട്രക്ചർ വിത്ത് റോസ് ഓഫ് ഓയിൽ ലാംപ്സ് ഈസ് ആഡഡ് ആൻഡ് ഔട്ടറിംഗ് ബിയോണ്ട് നാലമ്പലം. നാലമ്പലത്തിന്റെ അവിടെയായിട്ട് വിളക്കുമാടം വന്നു തുടങ്ങി. പിന്നെ ദീപസ്തംഭം വന്നു, ധ്വജസ്തംഭം. അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും എന്താ ഈ ദീപസ്തംഭവും ധ്വജസ്തംഭവും ഒക്കെ. ദീപസ്തംഭം നമ്മൾ അമ്പലങ്ങളിൽ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെ കൊടിമരമാണ് ധ്വജസ്തംഭം എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും വന്നു എന്നുള്ളത് മൂന്നാമത്തെ ഒരു ഇതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്താണിത്? നമ്മള് ആർട്ട് ഫോംസ് പഠിക്കുന്ന സമയത്ത് പറയും, എന്താണ്, കൂത്തും കൂടിയാട്ടവും ഒക്കെ ആടുന്നത് എവിടെയാ കൂത്തമ്പലങ്ങളിലാണ് അല്ലെ. അപ്പൊ കൂത്തമ്പലം എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ നമ്മുടെ കേരള സ്റ്റൈലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, കൂത്തമ്പലം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആർട്ട് ഫോംസും മ്യൂസിക്കും എല്ലാം അവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഹയർ കാസ്റ്റിനെ പ്രീതിപ്പെടുത്താനാണെന്നുള്ളത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ നമ്മുടെ ആ ഒരു സൊസൈറ്റി അന്ന് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പൊ ക്ലാസ്സുകളിൽ വരികയാണെങ്കിൽ എന്തായാലും ഇത് ഡിസ്കസ് ചെയ്യും, കാരണം സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ കൂത്തമ്പലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ ഒരു സമയത്താണ് കൂത്തമ്പലങ്ങളിലേക്ക് കൂത്തമ്പലങ്ങൾ വന്നു തുടങ്ങിയെന്നുള്ളതും അവിടെ കുറെ എന്താ പറയാ കലകൾ, അപ്പം കൂത്തും കൂടിയാട്ടോ ഇനി കഥകളി എല്ലാം ആയിക്കോട്ടെ, ആ ഒരു കലകളെല്ലാം പെർഫോം ചെയ്തത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. പിന്നെന്താണ്, ഈ നാലമ്പലത്തിൽ തന്നെ പല ഉപദേവതകൾ ഇരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു കൺസെപ്റ്റ് വരുന്നതും ലാസ്റ്റ് ഫേസിലാണ്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വടക്കുംനാഥ ക്ഷേത്രമാണ്. ഉപദേവതകൾ എന്നും പറയാം, അല്ലെങ്കിൽ ആ ദൈവത്തോട് തന്നെ ഇമ്പോർട്ടന്റ് ആയി നിൽക്കുന്നവരെയൊക്കെ ഒരു നാലമ്പലത്തിന്റെ അകത്ത് തന്നെ സാധാരണ എങ്ങനെയാ നമ്മൾ കാണുക, ഇപ്പൊ ഇതാ ഡയറ്റെങ്കിൽ ഇതായിരിക്കും നാലമ്പലം. പിന്നെ ഉപദേവതകൾ ഇങ്ങനെ വെളിയിലായിട്ടായിരിക്കും ഇരിക്കുക അല്ലെ. പക്ഷെ ഈ നാലമ്പലത്തിൽ തന്നെ ഇങ്ങനെ ദേവതകളെ ഇരുത്തുന്ന ആ ഒരു ട്രഡീഷൻ നമ്മൾ കണ്ടുവരുന്നത്
ലാസ്റ്റ് ഫേസിലാണ് കേട്ടോ. അങ്ങനെ മോഡിഫിക്കേഷൻ വന്നു, പിന്നെ ഉപദേവതകള് വെളിയിലാവുന്നു, അതെല്ലാം ഈ ലാസ്റ്റ് ഫേസിലാണ് നടക്കുന്നത്. അപ്പം വടക്കുംനാഥ ക്ഷേത്രത്തിൽ എല്ലാവരും പോയിട്ടുണ്ടാവും. ആ ക്ഷേത്രത്തില് ഈ നമ്മുടെ വടക്കുംനാഥന് ചുറ്റും തന്നെ ആ ഒരു നാലമ്പലത്തിന്റെ അകത്ത് തന്നെയാണ് ബാക്കിയുള്ള ദേവതന്മാരെയും അല്ലെങ്കിൽ ദൈവന്മാരെയും ദേവികളും എല്ലാം ഇരുത്തുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ നമുക്ക് ടെമ്പിൾ ടാങ്കുകൾ അല്ലെങ്കിൽ എന്താണ് കുളങ്ങൾ ഉണ്ടാവും. അത് ഞാൻ എന്തായാലും ദ്രവീഡിയൻ ആ ഒരു സ്റ്റൈലിൽ പറഞ്ഞിരുന്നു. നമുക്ക് വേദ പാഠശാലാസും ഡൈനിങ് ഹാൾസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കേരള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് കേട്ടോ. നോക്കിയൊന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പം ദ്രവീഡിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിൽ വിമാന എന്ന് പറയുന്ന ആ ടവർ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് കണ്ടുവന്നിട്ടുള്ളത്. എങ്കിൽ പോലും ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ വിമാനയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെയധികം, ആ ടവർ വളരെയധികം കുറവാണ് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ഒന്നും അല്ല. ഇനി നോക്കി, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്തില്ലേ എന്നുള്ളത്. ആ വിഗ്രഹം ഇരിക്കുന്നു, ഗർഭഗൃഹം അല്ലെ അതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ശ്രീകോവിൽ, ഇതൊരു നമുക്ക് ശ്രീകോവിലായിട്ട് എടുക്കാം. ഉപദേവതമാര് അവരെല്ലാരും ഇരിക്കുന്നു എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഗോപുരം, ആ കേറുന്ന എൻട്രൻസ് ഗേറ്റിന് ഞാൻ എന്താ പറഞ്ഞേ, ഗോപുരം ഉണ്ട്. ഇനി ഇതാണ്, ഈ വഴിയാണ് കേറുന്നതെങ്കിൽ ഇതാണ് മണ്ഡപം. മണ്ഡപം എന്തായാലും ഉണ്ടാവൂല, നമ്മൾ കേറുന്ന ഭാഗത്ത് മണ്ഡപം ഉണ്ടാവും. അർത്ഥമണ്ഡപങ്ങളും ഉണ്ടാവാറുണ്ട്. പണ്ടൊക്കെ ഈ അർത്ഥമണ്ഡപങ്ങളിലൊക്കെ യാഗങ്ങൾ നടക്കുന്നു, ഇനി കൂത്ത്, അങ്ങനെയുള്ള ആർട്ട് പെർഫോമൻസ് ഒക്കെ നടന്നതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി വലിയ ബലിക്കല്ല്, ക്ഷേത്രത്തിലേക്ക് കയറുന്നവർക്ക് എന്തായാലും അറിയാം, ഒരു വലിയ ബലിക്കല്ല് ഉണ്ടാവും. പിന്നെ ചെറിയ ചെറിയ ബലിക്കല്ലുകള് ഇവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ ഗോപുരമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ നമ്മുടെ ആർക്കിടെക്ചറിന്റെ ഒരു സ്റ്റൈൽ എന്താണ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫേസ് ഞാൻ പറഞ്ഞു, നമുക്ക് റോക്കറ്റ് ടെമ്പിൾസ് ആയിരുന്നു എന്നും പിന്നെ ഒരു സ്ട്രക്ചറൽ ടെമ്പിൾസിലേക്ക് വരികയും പിന്നെ അതിലേക്ക് അഡീഷനുകൾ വന്നു തുടങ്ങി എന്നുള്ളതാണ് ആ ഒരു ഇവല്യൂഷൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ടെമ്പിൾ ആർക്കിടെക്ചർ പറഞ്ഞ സമയത്ത് ഞാൻ മെയിൻലി ഒരു ഹിന്ദു ടെമ്പിൾ ആർക്കിടെക്ചർ സ്റ്റൈലാണ് എടുത്തത്. ഇനി ജൈനന്റെ ബുദ്ധിസം ടെമ്പിൾസും ഒക്കെ നമുക്കുണ്ട്. അല്ലാതെ കുറെ നമുക്ക് ആർക്കിടെക്ചർ ഭാഗത്ത് തന്നെ പാലസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമുക്ക് എന്തായാലും വീഡിയോ ആക്കി ഇടാം. ഇനി വേറൊരു കാര്യം കൂടി, ഇത് ടെമ്പിൾ ആർക്കിടെക്ചർ ആണ്. ഇനി നോർത്തേൺ സൈഡിലേക്ക് പോകുന്ന സമയത്ത് തെയ്യമുണ്ട് കേട്ടോ. അവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ എന്നും നമുക്ക് പറയാനില്ല. പക്ഷെ തെയ്യങ്ങൾ ഇരിക്കുന്നത് സ്ഥാനങ്ങളെന്നും തെയ്യസ്ഥാനങ്ങളെന്നും കാവുകളും എന്നൊക്കെയാണ് നമ്മൾ പറയാ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, പക്ക ഒരു ദ്രവീഡിയൻ സ്റ്റൈൽ അല്ല എന്നുള്ളതും. പക്ഷെ ദ്രവീഡിയൻ സ്റ്റൈലിന്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ ആർക്കിടെക്ചറിൽ വന്നിട്ടുള്ള കാര്യം നമ്മൾ അറിയണം. പക്ഷെ നമുക്കൊരു കേരള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ് മുന്നിലേക്കുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ നോക്കി വരുമ്പോഴും നമുക്ക് അതാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ ഉത്തരം കിട്ടും അല്ലെ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. പല്ലവ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻഫ്ലുവൻസ് ടെമ്പിൾ ആർക്കിടെക്ചർ ഇൻ കേരള. കുത്തമ്പലം ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് കേരള ടെമ്പിൾ ആർക്കിടെക്ചർ. വിമാന ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് കേരള ടെമ്പിൾസ്. ഇതിന്റെ ആൻസർ എന്തായാലും കമന്റ് ചെയ്ത് തന്നെ വേണം. ഞാൻ ഉത്തരം ഒന്നൊന്നായി പറഞ്ഞു തന്നെ പോയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു എന്നുള്ളതിന്റെ ഒരു ഇതുപോലെ നിങ്ങൾ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ ഭാഗം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ റിസൾട്ട് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 105-73 നമ്മുടെ റിസൾട്ട് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, KS മെന്ററിന്റെ സ്റ്റുഡന്റ് ആവണം, അടുത്ത KS സർവീസിൽ കയറണം. ഇപ്പം പലരും പറയാറുണ്ട് 30 വേക്കൻസി അല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും എഫേർട്ട് ഇടൂ. ചിലപ്പോൾ പറയാൻ പറ്റില്ല അല്ലേ, അടുത്ത ആ ഒരു KS ഓഫീസർ നിങ്ങളായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ്, ഇനി കേരള റിലേറ്റഡ് മൊഡ്യൂൾസിനാണെങ്കിൽ പോലും നമുക്ക് കോഴ്സുകൾ റണ്ണിങ് ആണ്. സോ നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ്സസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.